അമേരിക്ക ഇറാനിൽ ഒരു കരയുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരുക്കങ്ങളെ പോലും ഇപ്പോൾ ഇറാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കുവൈത്തിൽ നിന്നായിരിക്കും സ്വാഭാവികമായും ഇറാന് നേരെ ഒരു കരയാക്രമണം നടത്താനുള്ള സാധ്യത. എന്നാൽ കുവൈത്തിലുള്ള അമേരിക്കയുടെ ബേസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരയുദ്ധത്തിൽ സൈനികർക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു ആയുധമാണ് ചിനൂക്ക് ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്. ഇതിന് വ്യത്യസ്തമായ ഉപയോഗങ്ങളാണ് കരയുദ്ധത്തിലുള്ളത്. ഈ ഹെലികോപ്റ്റർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇത് ഏകദേശം 50ഓളം സൈനികരെ യുദ്ധമുഖത്തേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു ഹെലികോപ്റ്ററാണ്. മാത്രമല്ല, ആയുധങ്ങൾ വേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാനും ഈ ഹെലികോപ്റ്റർ സാധിക്കും. സാധാരണ ഹെലികോപ്റ്ററിന് വ്യത്യസ്തമായി വലിയ രീതിയിൽ ഭാരം വഹിക്കാൻ ചിനൂക്ക് ഹെലികോപ്റ്ററുകൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, 50ഓളം സൈനികരെ ഏതെങ്കിലും മലമുകളിൽ അല്ലെങ്കിൽ ദുർഘടമായ മേഖലകളിലേക്കെല്ലാം റോഡുകൾ മുഖേന വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് പോലും വളരെ പെട്ടെന്ന് സൈനികരെ എത്തിക്കാൻ ഈ സംവിധാനം കൊണ്ട് ചിനൂക്ക് 47 എന്നറിയപ്പെടുന്ന CH-47 എന്നറിയപ്പെടുന്ന ഈ ഹെലികോപ്റ്ററിന് സാധിക്കും. ഞാൻ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ വളരെ മലമുകളിലോ അല്ലെങ്കിൽ കാടുകളിൽ ദുർഘടമായ മേഖലകളിലേക്കെല്ലാം സൈനികരെ വളരെ പെട്ടെന്ന് എത്തിക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ആംസുകൾ എത്തിക്കാൻ മേഖലകളിലേക്ക്, വാഹനം എത്താത്ത മേഖലകളിലേക്ക് വലിയ തോതിലുള്ള ആയുധങ്ങൾ സൈനികർക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ കരയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനികർക്ക് ഏത് മേഖലയിലാണെങ്കിലും ഭക്ഷണം എത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കരയുദ്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്ററാണ് ചിനൂക്ക് എന്നറിയപ്പെടുന്നത്. എന്തിനാണ് കുവൈത്തിന്റെ സൈനിക താവളത്തിൽ ചിനൂക്ക് 47 എത്തിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇറാനിൽ അങ്ങനെ ഒരു കരയാക്രമണത്തിനുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത് കുവൈത്തിന്റെ ബേസിൽ കിടക്കുന്ന ചിനൂക്ക് ഹെലികോപ്റ്ററിന്റെ മൂക്ക് ചെത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഇതിന് 2 എഞ്ചിനുകളാണ് പ്രവർത്തിക്കുന്നത്. മുന്നിലും ബാക്കിലുമായി 2 എഞ്ചിനുകളാണ് ഇതിന് പ്രവർത്തിക്കുന്നത്. കാരണം അത്രമാത്രം ഭാരം വഹിക്കാൻ ഇതിന് സാധിക്കണം. എന്നാൽ അതിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇപ്പോൾ ഇറാൻ ചെത്തിയെടുത്തിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ചിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഇത് വളരെ ഒരു ഭാഗം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്തായിരുന്നാലും അമേരിക്കയുടെ കരയുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, നീക്കങ്ങൾ, ഓരോ ചലനങ്ങൾ, ഇതെല്ലാം ഇറാൻ ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ നീക്കങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ ആക്രമണങ്ങൾ അവിടെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കുവൈത്ത് എന്ന് പറയുന്നത് ഇറാനിൽ നിന്നും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഏകദേശം 300 കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ദൂരമുള്ളത്. അതുകൊണ്ട് തന്നെ ഹ്രസ്വദൂര മിസൈലുകൾ, അതിൽ ക്രൂസ് മിസൈലുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചും ആക്രമിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുവൈത്തിൽ നിന്ന് ഏതൊരു നീക്കം അമേരിക്ക നടത്തുകയാണെങ്കിലും ആ നീക്കങ്ങളെ നിരീക്ഷിക്കുകയും അതിനെ മുൻകൂർ ആക്രമണം നടത്തി പരാജയപ്പെടുത്താനും ഇറാന് സാധിക്കും എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ചിനൂക്കിന് നേരെ ഉണ്ടായ ഈ ആക്രമണം.